ഹായ് ഹലോ വെൽക്കം ടു IS ഫാക്ടർ. നമ്മൾ പ്രിലിംസ് അനാലിസിസ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ പാർട്ട് 2 ആണ്. ഓൾറെഡി നമ്മുടെ പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്ന് അടുത്ത കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ട് 2 ആണ്. ഓൾറെഡി നമ്മൾ ഹിസ്റ്ററി, എക്കോണമി, ഹിസ്റ്ററിയും പോളിറ്റിയും നമ്മൾ ബേസിക് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് എക്കോണമിയാണ്. സോ പലർക്കും എക്കോണമിയുടെ ജനറൽ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എക്കോണമിയിലും സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ പല ക്വസ്റ്റ്യൻസും സിമ്പിളായിരുന്നു. പക്ഷെ നമ്മളതിനെ എനിക്ക് തോന്നിയൊരു ഫാക്ടർ, പല ക്വസ്റ്റ്യൻസും സിമ്പിൾ ഇൻ ദ സെൻസ് ഈ ക്വസ്റ്റ്യൻസ് ഓക്കെ ആയിരുന്നു, പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കാനുള്ളൊരു ശ്രമം നടത്തിയില്ല പലപ്പോഴും. ഒന്നില്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. പിന്നെ കൂടുതലും ക്വസ്റ്റ്യൻസ് സ്റ്റോക്ക് മാർക്കറ്റ്, ട്രേഡിംഗ്, ബോണ്ട് മാർക്കറ്റ്, സ്റ്റോക്ക് ഹോൾഡർ, ഇത്തരം വാക്കുകൾ എനിക്ക് തോന്നുന്നു എക്കണോമിക്സ് പഠിക്കുന്ന എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ഏരിയ ആണിത്. അപ്പോൾ ഇതിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങളൊന്നും സാധാരണ നമ്മൾ വരുന്ന പോലെ മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി കൂടാണ്ട് മേജർ ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ദി കെയിം ഫ്രം ദിസ്, ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്കിത് വായിക്കാനുള്ളൊരു ടെൻഡൻസി കുറവായിരുന്നു. ഒന്നത് ഈ സ്റ്റോക്ക് ട്രേഡ് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മടി തോന്നുമല്ലോ, അതൊന്ന്. രണ്ടാമത് പബ്ലിക് ഫിനാൻസ്, കൂടുതലും റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് പബ്ലിക് ഫിനാൻസ് ഏരിയയിൽ നിന്നും കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് വന്നു. കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിരുന്നു. ആക്ച്വലി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടായിരുന്നു. അതിലൊരു ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, അത് വെറുതെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫിഗേഴ്സ് വന്നത് വളരെ ബേസിക് ആയിരുന്നു. പിന്നെ ചില ക്വസ്റ്റ്യൻസിലൊക്കെ ഓപ്ഷൻസിനകത്ത് നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യായിരുന്നു. 2-3 എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് കട്ട് ചെയ്തിരുന്നെങ്കിൽ എല്ലാം പോകുമായിരുന്നു. സോ എക്കണോമി ഫസ്റ്റ് ഹാൻഡിൽ നോക്കുമ്പോൾ ഡിഫിക്കൽട്ടാണെന്ന് നമുക്ക് തോന്നുകയാണ് ചെയ്തത്. ടു സം എക്സ്റ്റെൻറ്റ് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ബാക്കിയുള്ള രീതിയിൽ നമ്മൾ ഒന്നുകൂടെ ഒരു എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, അത്യാവശ്യം നന്നായി ക്ലാരിറ്റിയുള്ള പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്ക് മാത്രമേ ഇത് കുറച്ചൊരു എളുപ്പമുണ്ടാവാൻ സാധ്യതയുള്ളൂ. മറ്റ് കാര്യങ്ങൾ ഇതിനകത്ത് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇമ്മീഡിയറ്റ്ലി റാൻഡംലി സോൾവ് ചെയ്ത് പോവാം. സോ ലെറ്റ്സ് ബിഗിൻ ദ സെഷൻ. With reference to investments, consider the following. How many of the treatment as alternative investment funds, AIF എന്ന് പറയുന്നത് എത്രയോ പ്രാവശ്യം കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിലും എക്കണോമിയുടെ കോൺസെപ്റ്റിലും വന്നതാണ്. ഇനി ഒന്നുമില്ല, എക്കണോമിക് സർവേയും ബഡ്ജറ്റൊക്കെ നോക്കിയിരുന്നെങ്കിലും ഈ AIF, ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് വളരെ പോപ്പുലറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ബോണ്ട്സും സ്റ്റോക്സും ഒന്നും അതൊക്കെ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്, ബോണ്ടും സ്റ്റോക്കും. സോ ഒബ്വിയസ്ലി ഹെഡ്ജ് ഫണ്ട്സ്, വെഞ്ചർ ക്യാപിറ്റൽ എല്ലാം ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് വിളിക്കുന്നത്. ബൈ ഡിഫോൾട്ട് ഓൺലി 2 എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആയിരുന്നു. സോ ബോണ്ടും സ്റ്റോക്കും എന്തായാലും അല്ല AIF എന്നുള്ളത് വളരെ ഓബ്വിയസ് ആയിരുന്നു. ബോണ്ട്സ് ആർ ട്രഡീഷണൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ദേ ഫോൾ അണ്ടർ കൺവെൻഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നോട്ട് ഓൾട്ടർനേറ്റ്. അപ്പോൾ അത് വളരെ ഓബ്വിയസ് ആയിരുന്നു. ദേ ആർ ഓൾസോ ഹെഡ്ജ് ഫണ്ട്സ് കൺസിഡർ ആസ് കാറ്റഗറി 3 AIF ഇൻ സെബി ക്ലാസിഫിക്കേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ സ്റ്റോക്ക് AIF അല്ല, അത് ഒരു ട്രഡീഷണൽ ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്, നോട്ട് ഓൾട്ടർനേറ്റ് അല്ല. അതേപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് AIF കാറ്റഗറി ഫണ്ട് ഇൻ സെബി റെഗുലേഷൻസ്. സ്റ്റാർട്ടപ്സും ഏർലി സ്റ്റേജ് കൊമേഴ്ഷ്യൽസ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി ദി ആൻസർ വാസ് ഓൺലി 2 എന്ന ആൻസറിലേക്കാണ് നമ്മൾ ഫൈനലി ലാൻഡ് ചെയ്തത്. സോ ബാക്കി ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും തെറ്റായിരുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതൊരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തത്, ഇതിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സോഴ്സസ് ഓഫ് ഇൻകം ഫോർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പ്രധാനമായിട്ടും എനിക്ക് തോന്നിയൊരു ഫാക്ടർ, ഇന്നത്തെ പേപ്പർ മൊത്തത്തിൽ ഭയങ്കര ലെങ്തി ആയതുകൊണ്ട് എക്കണോമിക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വാക്കുകളോ ടേംസോ ഒക്കെ നിങ്ങൾ ഇതിനകത്ത് ബോണ്ടേഴ്സ് എല്ലാം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് വായിച്ചില്ല, വേണ്ട രീതിയിൽ വായിച്ചില്ലെന്ന് മാത്രമല്ല ദ എമൗണ്ട് ഓഫ് ഡിസ്ട്രാക്ഷൻ വാസ് പ്രിറ്റി ഹൈ. ആ ഡിസ്ട്രാക്ഷൻ അവിടെ ഹൈ ആയിരുന്നു. സോ നമുക്ക് നോക്കാം എന്താണ് RBIയുടെ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെൻറ് ബോണ്ട്സ്, യെസ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫോറിൻ കറൻസി, യെസ്. പെൻഷൻ ഫണ്ട് മാനേജ്മെൻറ്റ്, ഇത് തെറ്റല്ലേ, അതിന് PFRDA ഉണ്ടല്ലോ, ഓൾറെഡി PFRDA ഉണ്ട്. ലെൻഡിങ് ടു പ്രൈവറ്റ് ഫേംസ്, കമ്പനീസ്, നോ. RBI is not a commercial bank. RBI is not a commercial bank. So obviously ഇതിന് തേർഡ് വൺ തെറ്റാണെന്ന് വിചാരിച്ചു. ഇതിൽ ബാക്കി ഒന്നും അറിയില്ല. ഈ തേർഡ് വൺ പെൻഷൻ ഫണ്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും RBIയുടെ ഇൻകം സോഴ്സ് അല്ല എന്നുള്ളത് ഉറപ്പാണ്. 3 ഉള്ളതെല്ലാം കട്ട് ചെയ്താൽ മതി. സോ 3 ഉള്ളതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും 2 ഓപ്ഷൻസ് നമുക്ക് പോയി, A or D എന്നൊരു അവസ്ഥയിലേക്ക് വന്നു. 4 കൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. സോ 4 എന്ന് ഓട്ടോമാറ്റിക്കലി അത് പോയി കഴിഞ്ഞു. പ്രിൻറ്റിങ് ആൻഡ്
കറൻസി നോട്ട്സ്, ഇത് ഒരു ചില ആൾക്കാർക്ക് ഇതിന് ശരിയാണോ എന്ന് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ശരിക്കും 1 and 2 എന്ന് പറയാം. കാരണം പ്രിന്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് കറൻസി നോട്ട്സിൽ എക്സാക്ട്ലി ആർ ബി ഐയുടെ ഇൻകം ഉണ്ടോ, ആർ ബി ഐക്ക് എക്സ്പെൻസ് അല്ലേ വരുന്നതെന്ന് ഒരു ചോദ്യം അവിടെ ഉണ്ട്. ആർ ബി ഐ ഡസ് നോട്ട് മാനേജ് പെൻഷൻ ഫണ്ട്സ് മാനേജ് ചെയ്യുന്നില്ല. ഒബ്വിയസ്ലി ആർ ബി ഐ ഇസ് നോട്ട് എ കൊമേഴ്ഷ്യൽ ബാങ്ക്, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. സോ മോസ്റ്റ് പ്രോബബ്ലി യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദി ഇത് നമുക്ക് കൊടുക്കാവുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് പ്രൊവൈഡഡ് 1 and 2 എന്നൊരു ആൻസറിലേക്ക് നമുക്ക് എത്താമെന്ന് വിചാരിക്കുന്നു. ഈ 1, 2, 5 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ഒരു സംശയം ഉണ്ടോ? ഇപ്പോൾ പ്രിൻറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് കറൻസി നോട്ട്സ് എന്ന് പറയുന്നത് ആർ ബി ഐയുടെ ഒരു സോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇനി അതൊരു ഒരു ഓപ്പറേഷണൽ ഡെപ്തിൽ പോകുന്ന സമയത്ത് പ്രിൻറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് കറൻസി നോട്ട്സ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഇൻകം സോഴ്സ് ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യണം. നോർമൽ കോഴ്സിൽ 1 and 2 എന്നൊരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അഗെയിൻ ആർ ബി ഐ തന്നെയാണ് കൂടുതലും ഇതിനകത്ത്, റിസർവ് ബാങ്കിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത്. ദി ആർ ബി ഐ ഓഫ് ഇന്ത്യ മാൻഡേറ്റ്സ് all the listed companies in India to submit a BRSR, Business Responsibility and Sustainability Report എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണല്ലോ. ഒബ്വിയസ്ലി ആർ ബി ഐ അല്ല അത് പറയുന്നത്, ഇറ്റ് ഇസ് ആക്ച്വലി സെബി, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി ആണ് അത് മാൻഡേറ്റ് ചെയ്യുന്നത്. In India, a company submitting BRS make disclosures in the report that are largely non-financial. Absolutely right. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നോൺ ഫിനാൻഷ്യൽ അല്ലാത്ത കാര്യങ്ങളാണ്, എൻവയോൺമെൻറ്റ് ആംഗിൾ അങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ it is the Security Exchange Board of India that is the regulator that mandates for the 1000 listed companies. അത് ആർ ബി ഐ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒബ്വിയസ്ലി യു ക്യാൻ സി BRSRൽ വരുന്നത് കൂടുതലും എൻവയോൺമെൻറ്റ് ഇമ്പാക്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഗവർണൻസ് മെട്രിക്സ്, പോളിസി, ലേബർ, ഹ്യൂമൻ റൈറ്റ്സ്, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഇതിൽ പബ്ലിഷ് ചെയ്യുന്നത്. സോ ഇത് സെബി ഇത് ആർ ബി ഐ അല്ല. ഒബ്വിയസ്ലി ഇത് സെബി ആണ്. ഈ ലിസ്റ്റ് എന്താണെങ്കിലും ആർ ബി ഐ ആണ് അല്ല അത് ചെയ്യുന്നത്. നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ റെസ്പോൺസ് വരുന്നത്. ഇനി അടുത്ത പ്രധാനമായിട്ടും ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതും ലെങ്ത് ആണ് ഏറ്റവും പ്രശ്നം. ഇതിൻ്റെ ലെങ്ത് കണ്ടിട്ട് ഇതൊന്ന് വായിക്കാനുള്ള ഒരു സംഭവം നമ്മൾ ചെയ്യുന്നില്ല. ഇത് അത്യാവശ്യം കുറച്ച് ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആണ്. അറിയാമെങ്കിൽ അറിയാം, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഗസ്സിലൊന്നുമില്ല. ഇൻ ഇന്ത്യ ഇൻകം ഫ്രം ആലിഡ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ലൈക്ക് പോൾട്രി ഫാമിംഗ് ആൻഡ് വൂൾ റിയറിംഗ് ഇൻ റൂറൽ ഏരിയാസ് ഇസ് എക്സെപ്റ്റഡ് ഫ്രം എനി ടാക്സ്. അങ്ങനെയൊന്നുമില്ല, ഇതൊന്നും എക്സെപ്റ്റ് ചെയ്യുക തെറ്റാണ്. is exempted from tax. No, there are taxation. In India, rural agriculture land is not considered a capital asset under the provisions. ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് കാൽക്കുലേഷൻ നമുക്ക് ഇതിൽ ആക്ഷൻ ഉണ്ടോ? അഗ്രികൾച്ചർ എക്സെംഷൻസ് ഉണ്ട്. ഹവർ പോൾട്രി ഫാമിംഗ് ആൻഡ് വൂൾ റിയറിംഗ് ആർ നോട്ട് കൺസിഡേർഡ് income as per the income tax even if these allied activities are only core agriculture. So taxation ഉണ്ട് അതിനകത്ത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും, ആസ് പെർ ദ സെക്ഷൻ ഓഫ് ദി ഇൻകം ടാക്സ് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ അസെറ്റ്. അതുകൊണ്ട് തന്നെ സെയില് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ ആഡിഷൻ വരുന്നില്ല. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റൈറ്റ്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് അത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിന് വിധേയമല്ല, കാരണം അത് അഗ്രികൾച്ചറിൽ അത് കണക്ക് കൂട്ടപ്പെടുന്നില്ല. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് ദാറ്റ്. ബിക്കോസ് ഇത് നോട്ട് ട്രീറ്റഡ് ആണ്, കണ്ടോ, ഇറ്റ് ഇസ് നോട്ട് ട്രീറ്റഡ് as a capital asset, therefore gains from its sale are not taxable. So idu njan paranju, this is not an easy question, but definitely if you can take statement 1 is not correct but statement 2 is correct ennoru option lekana nammal idinathu ethiyathu. Obviously iതൊരു logical sensible question aanu. 3 statement undu. As regards returns from an investment in a company, generally a bond holders are considered to be relatively at lower risk than stockholder. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ, ഒന്ന് സ്റ്റോക്ക് ഹോൾഡറോ ഷെയർ ഹോൾഡറോ ഉണ്ടെന്ന് വിചാരിക്കുക, ബോണ്ട് ഹോൾഡർ ഉണ്ടെന്ന് വിചാരിക്കുക. ബോണ്ട് ഹോൾഡർ എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റോക്കോ അല്ലെങ്കിൽ നമ്മളൊരു ഷെയർ ഹോൾഡർ ആണെന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഷെയർ താഴ്ന്നാലും ഷെയർ താഴെ പോയാലും മുകളിൽ പോയാലും എനിക്ക് ലാഭമുണ്ട് നഷ്ടമുണ്ട്. സോ ഐ എം അറ്റ് എ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദാറ്റ്. പക്ഷേ ബോണ്ട് എന്ന് പറയുന്നത് ഞാൻ ആ കമ്പനിയുടെ ബോണ്ടാണ് വാങ്ങിയത്. സോ ഇൻ റിട്ടേൺ ഞാൻ കമ്പനിക്ക് പൈസയാണ് കൊടുത്തത്. സോ എനിക്ക് കമ്പാരിറ്റീവ്ലി മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ എന്നെ എഫക്റ്റ് ചെയ്യില്ല, കാരണം ഞാനൊരു ബോണ്ട് വാങ്ങി അതിന് ഇത്ര രൂപ ഞാൻ അങ്ങോട്ട് കൊടുത്തു, ആ പൈസ എനിക്ക് തിരിച്ചു തരണം. സോ ഒബ്വിയസ്ലി ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ലോവർ റിസ്ക് ആണ്. ബോണ്ട് ഹോൾഡേഴ്സ് ആർ ലെൻഡേഴ്സ് ടു എ കമ്പനി വെർ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ആർ ഇറ്റ്സ് ഓണേഴ്സ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്.
ഞാൻ കമ്പനിക്ക് പൈസ കൊടുത്തു, കടം കൊടുത്തു, ബോണ്ട് ഇത് വാങ്ങിച്ചു. മറ്റേതും ഞാൻ കമ്പനിയുടെ ഓണറാണ്, ഞാൻ ആ ഷെയർ ഹോൾഡറാണ്. അപ്പോൾ ലോസും എന്നെ ബാധിക്കും. ഫോർ റീപേയ്മെൻറ്റ് പർപ്പസ് ബോണ്ട് ഹോൾഡേഴ്സ് ആർ പ്രയോറിറ്റൈസ് ഓവർ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ബൈ എ കമ്പനി. ഫോർ റീപേയ്മെൻറ്റ് പർപ്പസ് ബോണ്ട് ഹോൾഡേഴ്സ് ആർ പ്രയോറിറ്റൈസ്ഡ്. ഷെയർ ഹോൾഡേഴ്സിനെക്കാട്ടും ബോണ്ട് എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ട്. സോ ബോണ്ട് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ലോവർ റിസ്ക് തന്നെയാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്. ബോണ്ട് ഹോൾഡേഴ്സ് ഡെറ്റാണ് കൊടുക്കുന്നത്, മറ്റവർ കമ്പനിയുടെ ഓണേഴ്സ് ആണെന്നുള്ളതും വളരെ കറക്റ്റാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 2 and 3 ആർ കറക്റ്റ് ആൻഡ് ബോത്ത് ഓഫ് ദം എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റ് 1. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്, ഇത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സോ സ്റ്റേറ്റ്മെൻറ്റ് എ ആണ്. സോ ഞാൻ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബോണ്ട് ഹോൾഡറും ആ സ്റ്റോക്ക് ഹോൾഡറും തമ്മിലുള്ള വ്യത്യാസം അത് ഒബ്വിയസ്ലി നമ്മൾ കമ്പനിയുടെ ഓണറല്ല, നമ്മൾ ബോണ്ട് വാങ്ങിച്ച് കമ്പനിക്ക് പൈസ കടം കൊടുത്ത ആൾക്കാരാണ്. അത് തിരിച്ച് നമുക്ക് തരും, അത് പ്രയോറിറ്റൈസ് ചെയ്ത് കമ്പനി തിരിച്ചു തരും. സോ ആ ഒരു സംഭവം അവിടെ ക്ലിയർ ആണ്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് കംസ് എക്സാക്ട്ലി ഫ്രം ദി എക്കണോമിക് സർവേ. എക്കണോമിക് സർവേയിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ചാപ്റ്റർ 2. എക്കണോമിക് സർവേയിൽ നിന്ന് ഡയറക്റ്റ്ലി തന്നെ വന്ന ചോദ്യമാണ്. ഒബ്വിയസ്ലി ഈ ക്വസ്റ്റ്യൻ എക്കണോമിക് സർവേയുടെ ആണെന്നോ ഇല്ലെന്നോ ഒക്കെ മനസ്സിലായില്ലെങ്കിൽ പോലും India occupies for a very large portion of all equity option contracts traded globally, thus exhibiting great boom. എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. India stock market has grown rapidly in the recent past, overtaking Hong Kong. എനിക്ക് വലിയ ധാരണയില്ല. There is no regulatory body either to warn the small investors or trading to act in this regard. ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ there is no regulatory body എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? അപ്പോൾ സെബി എന്താണ്? അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്ട്രീം പൊട്ടത്തെറ്റാണ്, അഥവാ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി തെറ്റാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എക്കണോമിക് സർവേ ആണെന്നോ അതൊന്നും എനിക്ക് മനസ്സിലാക്കണ്ട. ഞാൻ 3 ഇട്ട് നോക്കുമ്പോൾ 3 ഉള്ളതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. 3 ഉള്ളതെല്ലാം ഇതിനകത്ത് ഞാൻ 3 ഉള്ളതെല്ലാം കട്ട് ചെയ്ത് കളയാണ്. ഐ എം കൺഫ്യൂസ്, സോ ഐം ജസ്റ്റ് കട്ടിങ് 3. ഒബ്വിയസ്ലി ആൻസർ ഇസ് 1 and 2. എനിക്ക് മറ്റേതുണ്ടോ ഇല്ലെന്ന് പോലും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മറ്റേത് രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്. എക്കണോമിക്സിൻ്റെ ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ കറക്റ്റാണ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യങ്ങളും കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇൻകറക്റ്റ്. ഇന്ത്യാസ് ഡു ഹാവ് എ റെഗുലേറ്ററി, സെബി എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നോട്ട് റെഗുലേറ്ററി എന്ന് പറയുന്ന, അപ്പോൾ ഈ ചോദ്യത്തിൽ എക്കണോമിക്സിൽ ഇതിൽ UPSC കൊണ്ടുവന്ന മാജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഭവം വായിച്ച് മനസ്സിലാക്കുന്നതൊന്നും അല്ല. ഞാൻ എല്ലാ പ്രാവശ്യവും ക്ലാസ്സിൽ പറയുന്ന ഒരു ഫാക്ടറാണ്, എവറി ക്വസ്റ്റ്യൻ, ഓരോ ചോദ്യത്തിലും ഒരു ലോജിക്കോ ഒരു ക്ലൂ ഒളിച്ചിരിപ്പുണ്ട്, അത് കണ്ടുപിടിക്കുന്നതാണ്. ഈ ചോദ്യത്തിൽ ദർ ഇസ് നോ റെഗുലേറ്ററി ബോഡി എന്നുള്ളതാണ്. പക്ഷെ നമ്മളിത് ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ? ലാർജ് പോർഷൻ, ഓൾ ഇക്വിറ്റി, കോൺട്രാക്ട്സ് ട്രേഡഡ് ഗ്ലോബലി, ബൂം, ഹോങ്കോങ്സ്, ഇതൊക്കെ കാണുമ്പോൾ നമ്മളിത് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചങ്ങ് വായിക്കുന്നില്ല. ഓൾവേസ് റീഡ്, ദർ ഇസ് എ ഹോപ്പ്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം അതാണ്. അതവിടെ അങ്ങനെ കൃത്യമായിട്ട് അത് പോയിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി 1 and 2 എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഡിഫോൾട്ട് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അതാണ് വന്നത്. അപ്പോൾ അത് ഓൾറെഡി ബൈ ഡിഫോൾട്ട് ആൻസർ അതാണ്. ഇനി ഒബ്വിയസ്ലി സർക്കുലർ എക്കോണമി റെഡ്യൂസസ് ദ എമിഷൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. നമ്മൾ ലീനിയർ എക്കോണമി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുക, കളയുക, വാങ്ങുക, ഉപയോഗിക്കുക, കളയുക എന്നുള്ള സംഭവത്തിനെക്കാട്ടും സർക്കുലർ എക്കോണമി, നമ്മൾ എക്കണോമിയിൽ മാത്രമല്ല എൻവയോൺമെൻറ്റിൽ ഒരു സാധനം ഉപയോഗിച്ചു, ഇപ്പം നമ്മളൊരു ഗ്ലാസ്, ഒരു പ്ലാസ്റ്റിക് ഉപയോഗിച്ചു, അത് കളഞ്ഞു, ആ പ്ലാസ്റ്റിക് പിന്നെയും റീസൈക്കിൾ ചെയ്ത് പിന്നീട് വേണമെങ്കിൽ വേറെ ബോട്ടിലായി വരാം. സോ സർക്കുലർ എക്കോണമി റെഡ്യൂസസ് ദ എമിഷൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഒബ്വിയസ്ലി യെസ്, ഇൻഡയറക്ട്ലി യെസ്. നമ്മൾ അങ്ങനൊരു സംഭവം എടുത്ത് റീയൂസ് ചെയ്ത് തോന്നുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഡിഗ്രേഡ് ചെയ്ത് അത് കൂടുതൽ ഗ്രീൻ ഹൗസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. സർക്കുലർ എക്കോണമി റെഡ്യൂസ് ദ യൂസ് ഓഫ് റോ മെറ്റീരിയൽസ് ആസ് ഇൻപുട്സ്. ആബ്സല്യൂട്ട്ലി യെസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പുതിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് എന്നോ ഉപേക്ഷിച്ച ഒരു സാധനമായിരിക്കും, കളഞ്ഞ സാധനമായിരിക്കും. സർക്കുലർ എക്കോണമി റെഡ്യൂസസ് വേസ്റ്റേജ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. ഇത് ഓൾറെഡി അതിൻ്റെ ഒരു ഭാഗം തന്നെ. ഇങ്ങനെ വരുമ്പോൾ വേസ്റ്റേജ് ഉണ്ടാവില്ലല്ലോ. സോ ഇത് മൂന്നും കറക്റ്റാണ്. സർക്കുലർ എക്കോണമി എന്ന് പറഞ്ഞാൽ റീയൂസ്, റീസൈക്ലിംഗ്, റിസോഴ്സ് എഫിഷ്യൻസി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എൻ എക്കണോമിക് മോഡൽ ഡിസൈൻ ടു മിനിമൈസ് വേസ്റ്റ് ആൻഡ് മാക്സിമൈസ് റിസോഴ്സസ്. സോ അൺലൈക്ക് ആൻഡ് ലീനിയർ എക്കോണമി വിച്ച് ഫോളോസ് ടേക്ക്, മേക്ക്, ഡിസ്പോസ്, ഫോക്കസ് ഓൺ റീയൂസ്, റീസൈക്ലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് കറക്റ്റാണ്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഇസ് ടു മിനിമൈസ് എക്സ്ട്രാക്ഷൻ. ഈ 3 പോയിന്റ്സും കറക്റ്റാണ്. സോ ഗെറ്റിംഗ് ദി ആൻസർ വിൽ ഗോ വിത്ത് എ. ബോത്ത് 2 and 3 എക്സ്പ്ലെയിൻസ് 1. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു നമ്മളിത് വായിച്ചിരുന്നെങ്കിൽ. ഇനി അടുത്തത് ഇതേപോലത്തെ ഒരു സംഭവമാണ്, ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. ഇതും അഗെയിൻ കോൺസെപ്റ്റ്സ് ആണ്, പബ്ലിക് ഫിനാൻസിൻ്റെ കോൺസെപ്റ്റ്സ് തന്നെയാണ്. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ക്രിയേറ്റ്സ് ലയബിലിറ്റി ഓർ കോസസ് എ റിഡക്ഷൻ ഇൻ ദ അസറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ്. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഗവൺമെൻറ്റിന് അല്ലാതെ കിട്ടുന്ന വരുമാനം. ഇപ്പോൾ ഉദാഹരണത്തിന്
എയർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഒന്നില്ലെങ്കിൽ നമ്മൾ ഡിസിൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പോയെന്ന് വിചാരിച്ചു. നമുക്ക് അതിനകത്തു നിന്നൊരു പൈസ ഗവൺമെൻറ്റിന് ക്യാപിറ്റൽ, ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ, ഇനി ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു സംഭവമുണ്ട്. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഗവൺമെൻറ്റിന് ക്യാപിറ്റലിൽ കിട്ടുന്നൊരു പൈസ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനിയുടെ ഒരു ഭാഗം 50% ഡിസിൻവെസ്റ്റ് ചെയ്ത് വേറെ ആർക്കെങ്കിലും കൊടുത്തു, അപ്പോഴും നമ്മുടെ അസറ്റ് റെഡ്യൂസ് ചെയ്തില്ലേ? അതേപോലെ അതൊരു ലയബിലിറ്റി ആയില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. ബോറോയിങ്സ് ആൻഡ് ഇതൊന്നും മനസ്സിലാക്കണ്ട. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺസ് ക്രിയേറ്റ്സ് ലയബിലിറ്റി ഓൺ ദ ഗവൺമെൻറ് എന്ന് പറയുന്നത് അത് റവന്യൂ റെസീപ്റ്റ്സ് ആണ്. ദിസ് ഇസ് നോട്ട് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. സോ 3 എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി തെറ്റാണ് അവിടെ. അപ്പോൾ 3 തെറ്റാകുമ്പോൾ തന്നെ കംപ്ലീറ്റ്ലി കട്ടായിപ്പോയി. ഒബ്വിയസ്ലി ദി ആൻസർ ഇസ് 1 and 2. മറ്റേത് അറിഞ്ഞില്ലെങ്കിൽ പോലും മറ്റേ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ലെറ്റ്സ് ടേക്ക് ആൻ അണ്ടർസ്റ്റാൻഡിങ്. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് ബോറോയിങ് ഉണ്ട്. നമുക്ക് അവിടുന്ന് ബോറോ ചെയ്ത് വരുന്ന പൈസ, അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, എന്തെങ്കിലും നമ്മൾ വിറ്റ് കിട്ടുന്ന പൈസ. സോ ഒന്നില്ലെങ്കിൽ അത് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യും, അസറ്റ്സ് റെഡ്യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനിയുടെ ഭാഗം വിറ്റു, റെഡ്യൂസ് ചെയ്തു, ബോറോയിങ് ചെയ്തു, ലയബിലിറ്റി വന്നു. അപ്പോൾ ബോറോയിങ്ങും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആണ്. ഇത് രണ്ടും ശരിയാണ്. ഇതൊന്നും അല്ലെങ്കിലും ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒബ്വിയസ് ആണ്, ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആണ് രണ്ടും. മറ്റേതെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺസ് ക്രിയേറ്റ്സ് ലയബിലിറ്റി ഓൺ ദ ഗവൺമെൻറ്. ഇത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് is a form of revenue receipt, not a liability. In fact, it is a revenue income for the government. Only interest paid by the government. നമ്മൾ വാങ്ങിച്ച കടത്തിന് നമ്മൾ പലിശ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതൊരു ലയബിലിറ്റിയാണ്. നമുക്ക് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് കിട്ടുന്ന സംഭവം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ വരുമാനമല്ലേ. അപ്പോൾ ഒബ്വിയസ്ലി ആ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, ഇത് മൊത്തം തെറ്റായിരുന്നു ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിരുന്നെങ്കിൽ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വന്നേനെ. സോ ദിസ് ഇസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ഓഫ് ലോജിക്, ആബ്സല്യൂട്ട് ലോജിക്. നമ്മളത് ചെയ്തില്ല. ഇനിയാണ് കമ്മിങ് ടു ദ കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് വിച്ച് ഐ വോണ്ട് ടു നമ്മളൊന്ന് ഡീറ്റ് ചെയ്യും. ഇത് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് ബേസിക് സിമ്പിളാണ്. അപ്പോൾ ബേസിക്കലി റവന്യൂ ഡെസിപ്റ്റ് എന്താണ്, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണ്, പ്രൈമറി ഡെഫിസിറ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ചോദ്യം, ഇതിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ 80,000 കോടി, റവന്യൂ റെസീപ്റ്റ്സ് നമുക്ക് കിട്ടിയ വരുമാനം 60,000 കോടി. സോ ഇതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ ഇത് സംഭവം ഇല്ലാത്തതുകൊണ്ട്, റെസീപ്റ്റ്സ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് തൽക്കാലം അത് വിടാം. റവന്യൂ എടുത്ത് നോക്കാം. 80,000 രൂപയാണ് എൻ്റെ ചെലവ്. എൻ്റെ വരവെന്ന് പറയുന്നത് 60,000 കോടി രൂപയാണ്. അപ്പോൾ എൻ്റെ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 20,000 കോടി. സോ ഒബ്വിയസ്ലി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തന്നെ ശരിയായത്, പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. 50,000 കോടി ചെലവും 60,000 കോടി വരവും നോക്കുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് അവിടെ ആയിക്കഴിഞ്ഞു. ഇനി അവിടെ ചെറിയൊരു സംഭവമുണ്ട്. വാട്ട് ഈസ് ഫിസിക്കൽ ഡെഫിസിറ്റ്? ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ഫോർമുല നോക്കുമ്പോൾ നമുക്കൊരു കാൽക്കുലേഷൻ മനസ്സിലാക്കാൻ പറ്റും. ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ഫോർമുല നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ മൈനസ് ബോറോയിങ് എന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫോർമുല ഒന്നുകൂടെ അവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് ഞാനത്. അതിനു മുന്നേ നമുക്ക് ഈ കാൽക്കുലേഷൻ ഒന്ന് വരുത്തി നോക്കാം. മറ്റേത് ഇത് ഒബ്വിയസ്ലി ഇത് സിമ്പിൾ ആയിരുന്നു. ഇനി മറ്റേ റവന്യൂവിൻ്റെ ഫോർമുല ഒന്ന് ആലോചിച്ച് നോക്കൂ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസീപ്റ്റ്സ് എക്സ്ക്ലൂഡിങ് ബോറോയിങ് എന്നാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് വാല്യൂ നമുക്കിവിടെ ഉണ്ട്. അസ്യൂം ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 80,000 കോടി മൈനസ് ടോട്ടൽ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് 60,000 കോടി. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുണ്ട്. 80 മൈനസ് 60 ആണ് ടോട്ടൽ റെസീപ്റ്റ്സ് എക്സ്ക്ലൂഡിങ് ബോറോയിങ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്. ഇതിൽ ബോറോയിങ് എത്രയാണെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് 10,000 രൂപയാണ് ബോറോയിങ്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 6,000 കോടി. അപ്പോൾ 10,000 കോടി ബോറോയിങ്. അപ്പോൾ ഫോർമുല അനുസരിച്ചിട്ട് ഇത് അപ്പം തന്നെ ക്വസ്റ്റ്യനിൽ കിട്ടി. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ എന്ന് പറയുമ്പോൾ 80 മൈനസ് 60 എന്ന് പറയുമ്പോൾ ഓൾറെഡി 20 കിട്ടി. നമുക്ക് 20 അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി മൈനസ് എക്സ്ക്ലൂഡിങ് ബോറോയിങ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 10,000, ബോറോയിങ് എന്ന് പറയുന്നത് 10,000 ആണ്. 80 മൈനസ് 60 20,000 കോടി കിട്ടി. മൈനസ് എക്സ്ക്ലൂഡിങ് ബോറോയിങ് 10,000 എന്ന് പറയുമ്പോൾ 20 മൈനസ് 10 എന്ന് പറയുമ്പോൾ 10,000 കോടിയാണ് ബോറോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ ഒബ്വിയസ്ലി സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം ശരിയാണ്. 10,000 കോടിയാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇനി 10,000 കോടി എന്ന് പറയുമ്പോൾ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് എന്നാണ്. ഓൾറെഡി ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 10,000 കോടിയാണ്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 6,000 കോടി. ആ ക്വസ്റ്റനിൽ തന്നെ കിടപ്പുണ്ട്. 6,000 കോടിയാണെങ്കിൽ
4000 കോടിയാണ് നമ്മുടെ ഒബ്വിയസ്ലി പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫോർമുല നോക്കിയാൽ മതി. മറ്റേത് റവന്യൂ ഡെഫിസിറ്റ് മൈനസ് ഇത്, മറ്റേത് ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇല്ലാത്തതുകൊണ്ടാട്ടോ നമ്മൾ റവന്യൂ ആയിട്ട് എടുത്തത്. 80 മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇല്ല, റവന്യൂ ആയതുകൊണ്ട് നമ്മൾ 80 മൈനസ് 60 എടുത്തു, 20 കിട്ടി. മൈനസ് ടോട്ടൽ എക്സ്ക്ലൂഡിങ് ബോറോയിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു 10,000 രൂപ ബോറോയിങ് കൂടെ കുറച്ചു. ഇനി പ്രൈമറി ഡെഫിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് 10,000 മൈനസ് 6,000 4,000 കോടി രൂപ. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആയിരുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആണ്, വളരെ സിമ്പിൾ ആയിരുന്നു. ആ കൺട്രീസ് ഫിസിക്കൽ ഡെഫിസിറ്റ് സ്റ്റാൻഡ്സ് അറ്റ് 50,000 crores. ഓക്കെ, ആ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 50,000 കോടി രൂപയാണ്. ഇറ്റ് ഈസ് റിസീവിങ് 10,000 crores ത്രൂ നോൺ ഡെറ്റ്. ഇതൊക്കെ വെറുതെ, ഇത് ചുമ്മാ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി, ഇതൊന്നും നമുക്ക് നോക്കണ്ട. ദ കൺട്രീസ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ് ആർ 1,500. ഇവിടെ ഫിസിക്കൽ ഡെഫിസിറ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് ദ പ്രൈമറി ഡെഫിസിറ്റാണ് ചോദിച്ചത്. ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രൈമറി ഡെഫിസിറ്റ്? പ്രൈമറി ഡെഫിസിറ്റിൻ്റെ ഫോർമുല നമ്മളിപ്പോൾ മനസ്സിലാക്കിയതേ ഉള്ളൂ. ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തല്ലേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. ഇത് വേണ്ട, അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്ന ക്വസ്റ്റ്യൻ ആണ്. 50,000 നിന്ന് 1,500 കോടിയാണ് ഇൻട്രസ്റ്റ് ലയബിലിറ്റി. അപ്പോൾ 50,000 മൈനസ് 1,500 എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി 48,500 crores. ഒറ്റ സെക്കൻഡ്, ഇത് സീസെറ്റ് ഒക്കെ പോലെ ഒറ്റ സെക്കൻഡിൽ തന്നെ ഈ ചോദ്യം സോൾവ് ചെയ്യാം. ഇത് വെറുതെയാണ്, ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 50,000 മൈനസ് 1,500 ഇസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 48,500 ആണ് നമ്മുടെ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. അപ്പോൾ 50,000 കോടി മൈനസ് 1,500 കോടി. സിമ്പിൾ, 48,500 കിട്ടിക്കഴിഞ്ഞു നമുക്ക്. സിമ്പിൾ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. ഓക്കെ, ആൻഡ് മൂവിങ് ഓൺ. ഇതൊരു ബാങ്കിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ചൊക്കെ ബാങ്കിലൊക്കെ പോയി കുറച്ച് ഫണ്ടൊക്കെ അയച്ച ആൾക്കാർക്കൊക്കെ അത്യാവശ്യം ഒരു ധാരണയുള്ളതാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, RTGS ഉണ്ട്, അതേപോലെ തന്നെ നെഫ്റ്റ് ട്രാൻസാക്ഷൻസ് ഉണ്ട്, അതേപോലെ IMPS ഉണ്ട്. ഇതൊക്കെ നമ്മൾ ബാങ്കിൽ പൈസ അയക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇൻ RTGS the settlement time is instantaneous, while in case of NEFT it takes some time to settle. This statement is correct. RTGS-ന് കുറച്ച് ടൈം എടുക്കും. ടൈം ഇസ് ഇൻസ്റ്റന്റേനിയസ്. RTGS പെട്ടെന്ന് പോകും. നെഫ്റ്റ് എന്ന് പറയുന്നത് ബാച്ച് ആയിട്ടേ അതിങ്ങനെ വരത്തുള്ളൂ. In RTGS the customer is charged for inward transaction. Obviously no, statement 2 is wrong. അപ്പോൾ statement 2 ഉള്ളതെല്ലാം statement 2 തെറ്റാണ്. ഇൻവേർഡ് ട്രാൻസാക്ഷൻ അല്ല, while that not the case for നെഫ്റ്റ്. ഔട്ട്വേർഡ് ആണെങ്കിലും ഇതാണെങ്കിലും ബാങ്കിങ് RBI പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ആ 0 ആയിട്ട് വെക്കുന്നതാണ് കസ്റ്റമറിനെ സംബന്ധിച്ചോളം. ഫോർ ഇൻവേർഡ് ട്രാൻസാക്ഷൻ ദ കസ്റ്റമർ ഇസ് ചാർജ് ഫോർ നോ. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫാൾസ്. Operating hours for RTGS are restricted on certain days, while this is not true for നെഫ്റ്റ്. ഈ ചോദ്യം വേണമെങ്കിൽ ഒന്ന് കൺഫ്യൂസിങ് ആയിട്ട്, ഇപ്പോൾ ബാങ്കിങ് ഒഫീഷ്യൽസ് ഒക്കെ ഇപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എഴുതും ഓപ്പറേറ്റിംഗ് അവേഴ്സ് ഫോർ RTGS. ഇപ്പോൾ രണ്ടും 24/7 നമുക്ക് എപ്പോൾ വേണോ നെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് ഒക്കെ വന്നല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും, നമുക്കിതെല്ലാം ഓൺലൈനിൽ ഉപയോഗിക്കാം. അപ്പോൾ അത്ര വലിയ പ്രശ്നമില്ല. RTGS-ൻ്റെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ്. ആൻഡ് ദർ ഇസ് നോ ഡിഫറൻസ് നൗ ബിറ്റ്വീൻ RTGS ആൻഡ് നെഫ്റ്റ്. രണ്ടും 24/7 നമുക്ക് പറ്റുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ആ ആൻസർ എന്ന് പറയുന്നത് 1 ഓൺലി മാത്രമാണ് ശരി. ബാക്കി രണ്ടാമത്തതും മൂന്നാമത്തെ ഓപ്ഷൻസ് ഒക്കെ തെറ്റാണ്. ഓൺലി 1 എന്ന ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പിന്നെ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഐ വുഡ് സേ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ടഫ് ഇഫ് യു ഡു നോട്ട് നോ ദിസ്. ഈ ചോദ്യം ഇത് ഭയങ്കര ലെങ്തിയാണ്. ഇത് അറിയാമെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഗസ് ചെയ്യാനൊന്നുമില്ല. ഇനി ഗസ് ചെയ്യാനാണെങ്കിൽ തന്നെ ഇതിനകത്ത് കണ്ടോ, ₹45,000 crores, 45% of the net proceeds of union taxes are to be shared with the states. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 45 എന്ന് പറയുന്നതിന് പകരം 41% എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ എല്ലാം കട്ടായി പോകും. ആൻസർ ഇസ് 1, 3 and 4. പക്ഷേ ഇങ്ങനെയൊക്കെ 45 അല്ല 41 ആയിരുന്നു എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും ബഡ്ജറ്റ് ഉണ്ട്, 41% കൊടുക്കുന്നുള്ളൂ ഡെവല്യൂഷൻ നോക്കുന്ന സമയത്ത്. പെർഫോമൻസ് ബേസ് ഇത്ര കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. ടാക്സ് എഫേർട്ട് ക്രൈറ്റീരിയ സ്റ്റേറ്റ്സിനൊക്കെ നല്ല മൊബിലൈസേഷനുള്ള ആൾക്കാർക്ക് നല്ല ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. സോ ഒബ്വിയസ്ലി 115 എമൗണ്ട് കറക്റ്റാണ്. 45%-ന് പകരം 41% ആണ് ഇതിനകത്ത് പോകുന്നത്. സോ 41 എന്നാണ് അത് കറക്റ്റ്. അതറിയാമെങ്കിൽ എല്ലാം കട്ട് ചെയ്യായിരുന്നു, പക്ഷെ അത് അങ്ങനെ അറിയണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമൊന്നുമില്ല. ബാക്കി ഇത്ര രൂപ ഇൻസെൻറ്റീവ് ബേസ് ഗ്രാൻസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. മാർക്കറ്റിംഗ് റിഫോംസിനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്.
ആൻഡ് ടാക്സ് എഫേർട്ട് ക്രൈറ്റീരിയ പണ്ട് ഉണ്ടായിരുന്നില്ല. സ്റ്റേറ്റ്സ് ഫോർ ബെറ്റർ ടാക്സ് മൊബിലൈസേഷൻ, നന്നായിട്ട് ടാക്സ് മൊബിലൈസ് ചെയ്യുന്നതിന് ഒരു ഇൻസെൻറ്റീവ് പോലെ വെച്ചിട്ടുണ്ട്. സോ അത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. അത് എലിമിനേറ്റ് ചെയ്യാനൊക്കെ പാടായിരുന്നു. 1, 3, 4 ഇത് തെറ്റാണ്. സോ 1, 3, 4 എന്നാണ് ഇതിൻ്റെ ഉത്തരം. നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. അടുത്തത് ഇതും ഒരു ടഫ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് എന്നൊക്കെ പറയുന്ന ബോർഡ് എന്തൊക്കെയാണ് നോട്ട് ചെയ്യുന്നത് നമുക്ക് അറിയണം നിർബന്ധമില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് നാച്ചുറൽ ഗ്യാസ് ഒക്കെ, പക്ഷെ അപ്പോഴും നമ്മൾ അറിയില്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ലോജിക്ക് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും എന്താണ് ഈ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ബോർഡ് എന്നുള്ളത്? PNGB എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇൻ ഇന്ത്യ ദാറ്റ് റെഗുലേറ്റ്സ് ഡൗൺ സ്ട്രീം ആക്ടിവിറ്റീസ് ഇൻ ദ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് സെക്ടർ. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആക്ടിലാണ് ഇത് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം. ദ പ്രൊഡക്ഷൻ ഓഫ് ക്രൂഡ് ഓയിൽ നമ്മുടെ അല്ല, അത് ഇറ്റ് ഫോൾസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് കമ്പനി ONGC ഒക്കെയാണ് ക്രൂഡ് ഓയിൽ റെഗുലേറ്റ് ചെയ്യുന്നത്, PNGRB അല്ല. അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെട്രോളിയം, സ്റ്റോറേജ്, ഇതെല്ലാം PNRGB ആണ്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽ ഓഫ് പെട്രോളിയം പ്രൊഡക്ട്സ് PNRGB ആണ്. നാച്ചുറൽ ഗ്യാസ് ഈ പറയുന്ന ഇതല്ല, അത് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന വേറൊരു ഏജൻസി ഉണ്ട്. അപ്പോൾ ഓബ്വിയസ്ലി ഇതെന്ന് പറയുന്നത് ഓൺലി 2 എന്നാണ് നമുക്ക് കിട്ടുക. ക്രൂഡ് ഓയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അഗെയിൻ നമ്മളല്ല ക്രൂഡ് ഓയിൽ ചെയ്യുന്നത്. സോ ഓബ്വിയസ്ലി ക്രൂഡ് ഓയിൽ ഇല്ല. റിഫൈനിങ്, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. മാർക്കറ്റിംഗ്, സെയിലും ഉണ്ട്. നാച്ചുറൽ ഗ്യാസും മിനിസ്ട്രി ഓഫ് ഇതാണ്, ഹൈഡ്രോ കാർബണിൻ്റെ ഇതാണ്. അപ്പോൾ മൊത്തം 2 എന്നുള്ളൊരു ക്യാൽസിൽ എത്താൻ പറ്റും. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ഇത് അങ്ങനെ അറിഞ്ഞുകൊള്ളുന്ന ഒരു നിർബന്ധവും ഇല്ല. അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണത്. ദിസ് ഇസ് എ ക്ലാസിക്, ഐ വുഡ് സേ ദിസ് ഇസ് എ കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ. ഇത് എക്കണോമിക്സ് ആണെങ്കിലും ഇത് പ്യുവർ കറണ്ട് അഫയേഴ്സ് ആണ്. ദ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ. PIB എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് UPI ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇപ്പോൾ PIB തന്നെ പറയുന്നത് ഏതാണ്ട് 7ഓളം രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. UAE ഉണ്ട്, ഡെഫിനറ്റ്ലി UAE ഉണ്ട്. ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഇല്ല. എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യായിരുന്നു. ജർമ്മനി ഇല്ല, സിംഗപ്പൂർ ഉണ്ട്, ബാംഗ്ലാദേശ് ഇല്ല. സോ ഒബ്വിയസ്ലി ഓൺലി 3 എന്നുള്ളതാണ്. UAE ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, സിംഗപ്പൂർ ഉണ്ട്. ബാംഗ്ലാദേശും ജർമ്മനിയും ഒന്നും ഇതിൻ്റെ ഭാഗമല്ല. കണ്ടോ, ഡേറ്റ് തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ UPI 7 കൺട്രീസ് ഇതിൽ തന്നെ ഉണ്ട്. സിംഗപ്പൂർ, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, ഫ്രാൻസ്, മൊറീഷ്യസ്. ഇത്രയും രാജ്യങ്ങളിൽ UPI ഉണ്ട്. അപ്പോൾ ഇത് ഒബ്വിയസ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന, ഇങ്ങനത്തെ സ്കീമുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, പക്ഷേ പത്രങ്ങളിൽ വളരെ നിറഞ്ഞു നിന്നിരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് കേട്ടോ. റൂഫ് ടോപ്പ് പാനൽസും മിനിസ്ട്രി ഓഫ് നോൺ റിന്യൂവബിൾ ആണ് ചെയ്യുന്നത്. ഇത്ര ആൾക്കാരെ കൊടുക്കുന്നുണ്ട്. ഇത് 3 സ്റ്റേറ്റ്മെൻറ്റും 1, 2 and 3 കറക്റ്റാണ്. കറണ്ട് അഫയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഫെബ്രുവരി 4 2025 വന്ന വാർത്തയാണ്. 8.46 lakh households benefited under PM Suryaghar Mufti Bijli Yojana. 1 crore solar installation by 2027. ഇതൊക്കെ അതിൻ്റെ ടാർഗറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് all the statements are right. Obviously ഇത് വേൾഡ്സ് കണ്ടോ 2027 ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. 10 ലക്ഷം ഇത്ര ആൾക്കാർക്ക് ഡീറ്റെയിൽ മൊത്തം PIBയിലുണ്ട്. സോ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ all the statements are correct. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. ഓൾമോസ്റ്റ് ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നുള്ളതുകൊണ്ട് യു ക്യാൻ മാർക്ക് ഇറ്റ് ആസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് റാൻഡംലി എക്കണോമിയിൽ വന്നത്. എക്കണോമിയും കുറച്ച് കറണ്ട് അഫയേഴ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് പ്രധാനമായിട്ടും ജോഗ്രഫി, എൻവയോൺമെൻറ്റും സയൻസിൽ നിന്നും കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ വന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് കുറച്ച് ക്രിട്ടിക്കൽ ഏരിയ ആണ്. ഞാൻ അതും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡു സബ്സ്ക്രൈബ് ടു IAS Factors ചാനൽ. നമ്മുടെ ടെലിഗ്രാം ചാനൽ IAS Factorലേക്ക് വരിക. അതിൻ്റെ കീ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.